മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിലെത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടി യേശുനാമത്തിൽ പ്രഭാതവരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ദൈവാനുഗ്രഹത്താൽ ഇന്ന് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈശോ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രഭാതവരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം അമ്മ കൂടുതൽ മറ്റേത് സ്ത്രീയേക്കാളും യേശുവിൻ്റെ കൂടെ ആയിരുന്ന്, അല്ലേ, 30 വർഷത്തോളം ഒപ്പമായിരുന്ന വചനം കേട്ട് അറിഞ്ഞ് ഒരു സ്ത്രീ കഥാപാത്രമാണ്. പരിശുദ്ധ അമ്മയോളം വേറെ ആർക്കും ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ മേൽ ഈ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങ് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോടൊപ്പം തന്നെ വളരെ കാര്യമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂടി സഹായം അപേക്ഷിക്കാം. പഴയ നിയമത്തിലെ ജോസഫിൻ്റെയും സോളമൻ്റെയും ദാവീദിൻ്റെയും മോശയും ഒക്കെ ബലപ്പെടുത്തിയ, വഴി നടത്തിയ, വാക്ചാതുര്യം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ വചനം മനസ്സിലാക്കാനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രത്യേകം നിയോഗം നമ്മൾ വെക്കുന്നത് വിശ്വാസത്തിൽ അന്ധകാരമുള്ളവർ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാതെ കഴിയുന്നവർ ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെല്ലാവരും നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഓരോ വ്യക്തിയെ സമർപ്പിക്കാം. ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തെ സമർപ്പിക്കാം. അല്ല, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ അവരെ സമർപ്പിക്കാം. അങ്ങനെ അവരുടെ മേലെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ തിരിച്ചു വരാനുള്ള വലിയ കൃപ ഈശോ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് വചനം കേൾക്കാം. നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ്. നമ്മളുടെ POC ബൈബിളിൽ അതിൻ്റെ തലക്കെട്ട്, ആ ഒരു പാരഗ്രാഫിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ദീപം മറച്ച് വെക്കരുത്. അപ്പോൾ 4:21 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ, പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? രണ്ടും ചോദ്യചിഹ്നമാണ് ഇവിടെ. യേശു ചോദ്യം തൻ്റെ മുമ്പിൽ കൂടിയ അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ മറ്റ് വിശ്വാസികളോ അല്ലെങ്കിൽ വചനം കേൾക്കാൻ വന്നവരോ അവരോട് പറഞ്ഞൊരു കാര്യമാണ്. വിളക്ക് കൊളുത്തുന്നത് ഒന്നിൻ്റെയും അടിയിൽ വെക്കാനുള്ളതാണോ അല്ലെങ്കിൽ പീഠത്തിൽ വെക്കാൻ? ഒരു ചോദ്യമാണ്. അങ്ങനെയാണ് എന്നുറപ്പിച്ചല്ല യേശു, അതൊരു ചോദ്യമാണ്. ഇതൊരു വളരെ പഴകിയ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്, അല്ലേ? വെളിച്ചം
പലതവണ കേട്ടിട്ടുള്ളവരാണ്. അതോടൊപ്പം തന്നെ പലതവണ ചിന്തിച്ച് മതിയാക്കിയിട്ടുള്ളവരുമാണ് ദീപം, വെളിച്ചം. ഇപ്പം യേശു നമ്മളോട് ചോദിക്കുന്നതാണ്, നമ്മൾ ഈ ദീപം തെളിക്കുന്നത്, വെളിച്ചം വെക്കുന്നത് ആരും കാണാതെ മറയത്ത് വെക്കാനാണോ, അല്ലെങ്കിൽ എല്ലാവരും കാണാൻ വേണ്ടി ഒരു പീഠത്തിന്മേൽ ഉയരത്തിൽ വെക്കാനുള്ളതാണോ എന്ന് നമ്മോട് ചോദിക്കണേ. എന്തുത്തരം നമ്മൾ പറയും? ലോജിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തിനാ നമ്മളൊരു ദീപം തെളിച്ച് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് പ്രകാശിക്കുന്നത് നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത് എന്തിനാണ്? വെളിച്ചത്തിന് വേണ്ടിയാണ്, അല്ലേ? നമ്മൾ ഈ ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറമെ ഒരു തുണിയിട്ട് മൂടിയാൽ അത് തെളിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടെ നടക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഈ ലോജിക്കായിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ദീപങ്ങൾ തെളിക്കുന്നത് എപ്പോഴും അത് പീഠത്തിന്മേൽ വെക്കാനാണ്. മറ്റുള്ളവരുടെ കാഴ്ചകൾ കുറേ കൂടി വ്യക്തമാകാൻ വേണ്ടിയാണ് നമ്മൾ ദീപം തെളിക്കുന്നത്. ഉദാഹരണം, നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻവെർട്ടറൊക്കെ ഇല്ലാത്ത കാലങ്ങളിൽ, പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? കറണ്ട് പോയാൽ നമ്മളൊരു തിരി തെളിക്കും. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. മണ്ണെണ്ണ വിളക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്. മണ്ണെണ്ണ വിളക്കാണ് കത്തിക്കുന്നത്. ഇപ്പോഴൊക്കെ അത് കാണാൻ പോലും ഇല്ല. ഒരു മണ്ണെണ്ണ വിളക്ക് തെളിച്ചിങ്ങനെ വെക്കും. അല്ലെങ്കിൽ ഒരു തിരി ഇല്ലാഞ്ഞ് മണ്ണെണ്ണ വിളക്കാറിന് കൂടുതൽ തിരി നമ്മൾ നടയിൽ കത്തിക്കാൻ വേണ്ടി മാത്രമാണ് തിരി കത്തിക്കണം. ഇപ്പോഴൊക്കെയാണ് മണ്ണെണ്ണ വിളക്ക് മാറി നമ്മളൊരു തിരി കത്തിച്ച് വെക്കുന്നത്. ഇപ്പോഴും തിരി കുറവാണ്, കാരണം ഇൻവെർട്ടർ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലും. അപ്പോഴേക്കും പൊടുന്നനവേ കറണ്ട്, ഇലക്ട്രിസിറ്റി ഫെയിലായാൽ നമ്മൾ ചെയ്യുന്നത് ഒരു തിരി കത്തിച്ച് നമ്മൾ എല്ലാവരും കാണുക ഉയരത്തിൽ വെക്കും. ലോജിക്കലാണ്. യേശു ചോദിച്ചത്, നിങ്ങൾ തിരി കത്തിച്ചിട്ട് ആരെങ്കിലും അടിയിൽ കൊണ്ട് വെക്കുമോ? അല്ലെങ്കിൽ ദീപം തെളിച്ചിട്ട് ആരെങ്കിലും വെട്ടം കാണണ്ടെന്ന് കരുതി അടിയിൽ കൊണ്ട് വെക്കുമോ? യേശു പറയുക, നമ്മൾ പീഠത്തിന്മേൽ വെക്കാനാണോ അടിയിൽ വെക്കാനോ കത്തി? നമ്മൾ ഉത്തരം പറയണം. ഉത്തരം നമുക്കറിയാം എന്താണ്. നമ്മൾ തിരി കത്തിച്ച് വെക്കുന്നത് അത് എല്ലാവരും കാണാൻ വേണ്ടിയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ലൈറ്റ് അറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ ട്യൂബ് ലൈറ്റ്, പ്രധാനപ്പെട്ട ട്യൂബ് ലൈറ്റുകളോ വലിയ ലൈറ്റുകളോ ആരെങ്കിലും ഫ്ലോറിൽ വെക്കുമോ? ഇല്ല, പൊക്കത്ത് വെക്കും. കാരണം എന്താ? ആ പൊക്കത്ത് വെച്ചാൽ എല്ലാവരും കാണത്തുള്ളൂ, ബാക്കി കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ചോദ്യം ഉത്തരവും വ്യക്തമാണ്. എന്താണ്? നമ്മൾ ദീപം തെളിക്കുന്നത് അതെല്ലാവരും കാണാൻ വേണ്ടിയാണ്. യേശു പറയുക, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു. ഈ വചനത്തിലൂടെ മർക്കോസിന് സുവിശേഷം പറയുന്ന അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ യേശു പറയുക, നിങ്ങൾ പ്രകാശമാണ്. യോഹന്നാൻ പറയുന്നത് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു പറയും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകും. ഞാൻ മാത്രം പ്രകാശമായാൽ പോരാ, നിങ്ങളും പ്രകാശമാകണമെന്ന് യേശുനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊരു വളരെ വളരെ പഴയൊരു ചിന്തയാകാം. എങ്കിൽ പോലും നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഞാൻ പ്രകാശിക്കുന്നുണ്ടോ? ഞാൻ പ്രകാശമാണോ? ഞാൻ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുന്നുണ്ടോ? ഞാനാകുന്ന വെളിച്ചം അത് പീഠത്തിന്മേലാണോ ഞാൻ സ്ഥാപിക്കുന്നത്? ഞാനാകുന്ന വെളിച്ചം അത് പ്രകാശിക്കാതെ ഇരുളുകൂടി കൂരിരുളായിട്ട് ഇരിക്കുകയാണോ? ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ. വചനം എപ്പോഴും ചിന്തിക്കുമ്പോഴേക്ക് നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വചനം വഴി നമുക്ക് എല്ലാവർക്കും നൽകപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോഴേക്കും യേശു പറയുക, ഞാൻ മാത്രമല്ല വെളിച്ചം, നിങ്ങളും വെളിച്ചമാണ്. അപ്പം നിങ്ങളാവുന്ന വെളിച്ചം അത് പ്രകാശിക്കണം. അല്ലാതെ നിങ്ങൾ പ്രകാശം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മളൊരു മണ്ണെണ്ണ വിളക്കോ ഒരു തിരിയോ തെളിച്ച് വെക്കുന്നത് ആ തിരിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ആ തിരി അവിടെ പ്രകാശിക്കുന്നത് ആ തിരിക്ക് വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാനാകുന്ന ഒരു ദീപം തെളിഞ്ഞു നിൽക്കേണ്ടത് അത് എനിക്ക് വേണ്ടി മാത്രമല്ല, അതിൻ്റെ ഫലം പൂർത്തീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? മറ്റുള്ളവർക്ക് അതിനെക്കൊണ്ട് ഉപകാരമുള്ളപ്പോഴാണ്. അതുകൊണ്ട് വചനം വളരെ ലളിതമാണ്, പക്ഷെ അതിൻ്റെ അതായത് അതിൻ്റെ ആത്മീയ അർത്ഥം, ഇന്നർ മീനിങ്, സ്പിരിച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ
വളരെ നമ്മളെ കുത്തിക്കൊള്ളുന്ന ചില ചിന്തകളാണുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വെറുതെ പ്രകാശമായ പോരാ. നമ്മളാവുന്ന പ്രകാശം ഇങ്ങനെ 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 തെളിഞ്ഞു നിൽക്കുമ്പോഴേക്കും ആ എന്നിലുള്ള പ്രകാശം മറ്റുള്ളവരുടെ കാഴ്ചകൾ വ്യക്തമാകാനായിട്ടുള്ള ഒരു സാധ്യത തെളിക്കുന്നുണ്ട്. ഇത് ഞാൻ ആവർത്തിക്കുകയാണ്. ഇതൊക്കെ ലളിതമായിട്ട് നമുക്കിങ്ങനെ ഊതിയാലും തെറിച്ചു പോകുന്ന ചിന്തകളാണ്. പക്ഷെ എങ്കിലിപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ചലഞ്ചിങ്ങാണ്, നമ്മൾക്ക് വെല്ലുവിളിയാണ്. ചിലപ്പോഴൊക്കെ ഇപ്പോൾ ഓർക്കണം, നമ്മൾ വെളിച്ചമായാൽ മാത്രമേ ഇതിനെക്കൊണ്ട് ഉപകാരമുള്ളേ, അല്ലെങ്കിൽ ഒരു ഉപകാരമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയണ പോലെ വിവേകശൂന്യകൾ അവർ എന്തെടുത്ത് വിളക്ക് മാത്രമേ എടുത്തുള്ളൂ, എണ്ണ എടുത്തില്ല. എണ്ണയില്ലാത്ത വിളക്കുകൊണ്ട് എന്ത് ഉപകാരം അല്ലേ? നമ്മളൊരു മെഴുകുതിരി ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷേ മെഴുകുതിരിയിൽ ആ തിരിയിട്ട് അതിനെ വാർക്കാൻ മറന്നുപോയി, തിരി ഇട്ടില്ല. ആ മെഴുകിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അതിന് ഉപകാരമുള്ളത് പിന്നീട് രണ്ടാമത് ഉരുക്കണം നമ്മൾ. പലപ്പോഴും നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കുറിച്ചല്ല, നമ്മൾ ചിലരൊക്കെ തിരിയില്ലാത്ത അല്ലെങ്കിൽ മെഴുകുകളായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ കത്തിക്കാനുള്ള തിരിയില്ലാത്ത മണ്ണെണ്ണ വിളക്കുകളാകുന്നുണ്ട് നമ്മൾ. യേശുനാഥൻ വളരെ കാര്യമായിട്ട് പറയുന്നില്ലേ, അങ്ങേയറ്റം മരിച്ച് കിടക്കുമ്പോൾ പോലും അവസാനം യേശു മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി യേശുവിൻ്റെ വിലാവ് കുത്തി തുറന്ന ലോങ്കിനസ് എന്ന പടയാളിക്ക് മരിച്ചു കിടന്നിട്ട് പോലും ആ രക്തവും വെള്ളവും ലോങ്കിനസിൻ്റെ കണ്ണിൽ വീണെന്നും, പകുതി കാഴ്ചയുണ്ടായിരുന്ന ലോങ്കിനസിന് ആ വെള്ളവും ചോരയും വീണപ്പോൾ ലോങ്കിനസിന് പൂർണ്ണ കാഴ്ചശക്തി കിട്ടിയെന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മരിച്ചു കിടന്നിട്ട് പോലും യേശുവിൽ നിന്ന് ഇങ്ങനെ കാഴ്ച ഇങ്ങനെ വളരെ കാര്യമായിട്ട് മറ്റവർക്ക് കിട്ടണേ. യേശുവിലെ പ്രകാശം ഇങ്ങനെ മറ്റുള്ളവരേക്ക് ഇങ്ങനെ പടരുകയാണ്. പിന്നീട് ലോങ്കിനസ് അപ്പോസ്തലന്മാരിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് വചനം പ്രഘോഷിച്ച് രക്തസാക്ഷിയായി മരിച്ചു. അവസാന സഭ ലോങ്കിനസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അല്ലേ? അവസാനം മരിച്ചു കിടന്നിട്ട് പോലും യേശുവിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ അങ്ങനെ അങ്ങനെ അവിടുന്ന് വിതറുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, വചനം ലളിതമാണ്, പക്ഷെ അതിലെ ചിന്ത വളരെ ശക്തമാണ്. ഞാൻ അത് എനിക്ക് വേണ്ടി മാത്രമല്ല പ്രകാശിക്കേണ്ടതെന്നും, ഞാൻ പ്രകാശിക്കേണ്ടത് മറ്റുള്ളവർക്ക് കാഴ്ചകൾ തെളിഞ്ഞു കിട്ടാൻ പാകത്തിന് വേണ്ടി കൂടിയാണ് എൻ്റെ പ്രകാശമാകേണ്ടതെന്നും നമ്മളെ ഒരു ചലഞ്ചിങ്, ഒരു വെല്ലുവിളി നമ്മളെ ഉണർത്തുന്നുണ്ട്. വ്യക്തിപരമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, അപ്പം അച്ഛനായ ഞാൻ എൻ്റെ ഇടവക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ കുടുംബമാണെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെയും കൂട്ടി ഒരു 5 പേരുണ്ടെങ്കിൽ മൊത്തം അപ്പം 5 പേരിൽ ബാക്കി 4 പേര്, ബാക്കി 4 പേർക്ക് നിങ്ങൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമെങ്കിലും ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടാവുമോ? എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടാവുമോ? അപ്പം മിന്നാമിനിങ് അത് തെളിയുന്നത് അതിന് ശരീരത്തിൻ്റെ പ്രകൃതമാണ്, അത് തെളിഞ്ഞ് നടക്കുക എന്നത്. അതല്ലാതെ ആ ഒരു അരണ്ട വെളിച്ചമെങ്കിലും എൻ്റെ വീട്ടിലുള്ള ബാക്കി 4 പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലല്ലേ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ആ വീട്ടിലുള്ളൂ. അല്ലെങ്കിൽ ദൈവം എനിക്ക് ജന്മം നൽകിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്താണ് ഉപകാരം അല്ലേ? അങ്ങനെ മറ്റുള്ളവർ ജീവിച്ചു വെച്ചെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടാവുമോ അല്ലേ? നമ്മളിപ്പോൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതുപോലെ മറ്റു പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾ അവർ വിചാരിക്കണേണ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിലനിൽപ്പില്ല അല്ലേ? കടലിലെ മത്സ്യങ്ങൾ വിചാരിക്കണേണ് ഞങ്ങൾ ഇനി മുതൽ മനുഷ്യനെ പിടിക്കാനായിട്ട് ഞങ്ങൾ നിന്ന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഒരു ജീവിതചര്യയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ആ രീതിയിലാണ് ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അപ്പമായി മാറാൻ, മറ്റുള്ളവർക്ക് ഭക്ഷണമായി മാറാൻ കൂടി കടലിലെ മത്സ്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ആവർത്തിക്കുകയാണ്, നമ്മൾ വെളിച്ചമായി മാറണം. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ വെളിച്ചമായ, നിങ്ങളുടെ കരങ്ങൾ വെളിച്ചമാകണം. നിങ്ങളുടെ കരങ്ങൾ വെളിച്ചമായി മാറണം. നിങ്ങളുടെ ഹൃദയങ്ങൾ വെളിച്ചമായി മാറണം. നിങ്ങളുടെ ആന്തരികവും ബാഹ്യമായ എല്ലാ അവയവങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറണം. കരങ്ങൾ പ്രകാശിക്കട്ടെ, നമ്മുടെ കരങ്ങൾ പ്രകാശിക്കട്ടെ. കരങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ പ്രകാശിക്കാൻ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ ആന്തരിക അർത്ഥത്തിൽ, സ്പിരിച്വൽ മീനിങ്ങിൽ, ആത്മീയ അർത്ഥത്തിൽ നിങ്ങളുടെ കരങ്ങളെല്ലാം പ്രകാശിക്കണം. നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കണം, അധരങ്ങൾ പ്രകാശിക്കണം, വായിലെ നാവ്, അതെല്ലാം പ്രകാശിക്കണം. പ്രകാശിക്കുമ്പോഴേക്കും അത് നിങ്ങൾക്ക് മാത്രമല്ല, വീട്ടിലെ ബാക്കിയുള്ള എല്ലാവർക്കും പ്രകാശിക്കണം. ജോലി സ്ഥലങ്ങളിൽ, ജോലിയെടുക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർ, നിങ്ങളുടെ മുൻപിൽ പ്രവർത്തിക്കുന്നവർ, നിങ്ങളുടെ നേതാക്കന്മാർക്ക്, നിങ്ങളെ നയിക്കുന്നവർക്ക് എല്ലാവർക്കും പ്രകാശമാകണം. പക്ഷെ അത് ഇറ്റ്സ് വെരി ചലഞ്ചിങ്. ഇത് ഭയങ്കര വെല്ലുവിളിയുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, മറ്റുള്ളവർക്ക് എല്ലാവർക്കും വെളിച്ചമായി മാറാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് ഈ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഞങ്ങളെല്ലാവരും ദീപമായി മാറേണ്ടവരാണെന്നും അത് പീഠത്തിന്മേൽ സ്ഥാപിക്കപ്പെടേണ്ടതാണെന്നും ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഒരു സഹായം ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസപിതാവിൻ്റെയും മാധ്യസ്ഥം പ്രത്യേകം യാചിക്കാൻ, വിളക്കുകളായി തെളിയുന്ന പ്രകാശിക്കുന്ന വിളക്കുകളായിട്ട് മാറാനായിട്ട് എല്ലാ സ്വർഗീയ നിവാസികളോടും, വിശുദ്ധന്മാർ, മാലാഖമാർ, കാവൽ മാലാഖമാരോടും, ഞങ്ങളുടെ വ്യക്തിപരമായ നാമധാരികളായ വിശുദ്ധന്മാരോടും, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയോട് പ്രത്യേകം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് ഞങ്ങളെല്ലാവരെയും കനിയണമേ. എൻ്റെ വീട്ടിൽ, എൻ്റെ ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്കെല്ലാവർക്കും പ്രകാശമായി മാത്രം മാറാൻ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെ നാമത്തിൽ ആശീർവാദം സ്വീകരിക്കുക എന്നത് ഈ ദിവസം മുഴുവനുള്ള നമ്മുടെ ഒരു ഇന്ധനമായി മാറട്ടെ. നമ്മളെ അങ്ങനെ വല്ലാതെ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി, അങ്ങനെ വഴി നടത്താനായിട്ട് ഒരു ആശീർവാദം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും എല്ലാ കാർഡിനാൾമാരുടെയും എല്ലാ ബിഷപ്പന്മാരുടെയും എല്ലാ വൈദികർ, സന്യാസികൾ, അൽമായ സമൂഹത്തിൽ എല്ലാവരോടും കൂടി ചേർന്നുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹികാരത്തിൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി മരിയൻ കൂടാരത്തിൽ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഓർക്കാം, കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെയും ജപമാലകൾ പരസ്പര നിയോഗങ്ങൾ വെച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ട് ബലപ്പെട്ട് നമുക്ക് കടന്നു ഈശോ അതിന് നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.